യെസ്, പ്രിയകുട്ടികളെ, ഫസ്റ്റ് ലെസൺ ഫിസിക്സിന്റേത് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നാണ് ഫസ്റ്റ് ലെസൺ. ഇപ്പൊ ഈ ഫസ്റ്റ് ലെസൺ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് 9th ക്ലാസ് ഫിസിക്സിലെ ധാരാവൈദ്യുതി എന്നൊരു പാഠമുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാഠം പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ധാരാവൈദ്യുതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. വൈദ്യുതി ഫ്ലോ ചെയ്യുന്നതാണ്. എന്ത് ഫ്ലോ ചെയ്യുന്നതാണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് വൈദ്യുതി. ധാരാവൈദ്യുതി എന്ന് പറഞ്ഞ് നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അതില് മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ പഠിച്ച ഒരു കാര്യമുണ്ട്, പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറന്റ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പഠിക്കണമെങ്കിൽ. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ്? വോൾട്ടേജ് തന്നെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഒരു ചാലകത്തിന്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യപ്രവാഹം ഉണ്ടാവണമെങ്കിൽ, അതായത് കറണ്ട് ഉണ്ടാവണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കറണ്ട് ഒഴുകുക. അപ്പൊ കറണ്ട് ഒരു ഫ്ലോ ആണ്, ഒരു ഒഴുക്കാണ്. വെള്ളമൊക്കെ ഒഴുകുന്നത് പോലെ മുകളിൽ നിന്ന് താഴേക്ക്. എന്തിന്റെ ഒഴുക്കാണെന്നാണ് പറഞ്ഞത്? ഇലക്ട്രോൺസിന്റെ ഒഴുക്ക്. ഇലക്ട്രോൺസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്, ഇലക്ട്രോൺസ് എന്താണെന്ന്. അതുപോലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. നമുക്ക് ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള ഓരോ വർക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് കറണ്ട് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഏത് ഉപകരണത്തിലാണോ കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് കറണ്ട് ഫീൽ ചെയ്യാം. ഇൻഡക്ഷൻ കുക്കറിൽ കറണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു എഫക്റ്റ് അല്ല നമുക്ക് ഒരു ബാറ്ററിയിൽ ചാർജ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പൊ ഓരോ ഉപകരണത്തിൽ കൊടുക്കുമ്പോഴും അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യാം? നമ്മുടെ പാഠത്തിന്റെ ഫസ്റ്റ് പേജ് ആണ് ഈ കാണുന്നത്. ഇതില് തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇവിടെ നമുക്ക് നോക്കാം, വൈദ്യുതി പല വിധത്തിൽ ഉപയോഗിക്കുകയാണ്. ഒരാൾ ഇവിടെ മിക്സിയില്, ഒരാള് ഇൻഡക്ഷൻ കുക്കറിൽ ഒക്കെ. അതിന്റെ തൊട്ട് മുകളിൽ ബൾബ് കാണാം, നമുക്ക് ഫാൻ കാണാം. ഓക്കെ, അപ്പൊ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചറൈസേഷൻ. അതിൽ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി പോകുന്നത് വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്ന് പറയുമ്പോൾ താപഫലമുണ്ട്, പ്രകാശഫലമുണ്ട്, രാസഫലമുണ്ട്, യാന്ത്രിക ഫലമുണ്ട്, കാന്തിക ഫലമുണ്ട്. ഇങ്ങനെ വിവിധ തരം ഫലങ്ങളാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത്. സപ്പോസ് ഒരു ബൾബ് കത്തുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നത് പ്രകാശോർജമാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഫലം എന്താണ്? പ്രകാശഫലമാണ്. ഒരു മിക്സിയില് കെമിക്കൽ എനർജിയാണ് ഉണ്ടാവുക, യാന്ത്രിക ഫലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിലോ, ഇൻഡക്ഷൻ കുക്കറിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഒരു ഇൻഡക്ഷൻ കുക്കറിൽ നടക്കുക? താപം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്. അതായത് വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുകയാണ്. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ കാണുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വീണ്ടും നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ഈ ഒരു ഇതിലൂടെയൊക്കെ. അപ്പൊ എന്തൊക്കെ അതാണ് നമ്മൾ പറഞ്ഞത്? വിവിധ തരം ഇലക്ട്രിക് ഉപകരണങ്ങളെ നിങ്ങളെ ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ്. സപ്പോസ് ഇലക്ട്രിക് ബൾബ്. ഈ ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നത് പ്രകാശം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള ഊർജമാറ്റമാണ് നടക്കുക? ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനും കൂടിയാണ്. പ്രകാശം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നു. അവിടെ ഏത് തരം ഊർജമാറ്റമാണ് ഉണ്ടാവുക? വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കിയാണ് അവിടെ മാറ്റുന്നത്. ഇനി ഇൻഡക്ഷൻ കുക്കറിൽ എങ്ങനെയാണ്? താപം ലഭിക്കാൻ വേണ്ടിയാണ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്. താപം മീൻസ് ചൂട്. അവിടെ നടക്കുന്ന ഊർജ കൈമാറ്റം എന്താണ്? വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, അല്ലെ, നമ്മൾ സാധാരണ മൊബൈൽ ചാർജറോ ഒക്കെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ നമ്മൾ സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും. ചാർജ് ചെയ്യുമ്പോൾ ഉപയോഗം എന്താണ്? ഉപയോഗം ചാർജ് സംഭരിക്കാനാണ്. അതിൽ പരമാവധി ചാർജ് സംഭരിക്കുക എന്നുള്ളതാണ്. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഉപയോഗം
ചാർജ് സംഭരിക്കാൻ. ദെൻ ചാർജ് ലഭിക്കാനുള്ളതാണ്. ഇത് ഇവിടെ ഇപ്പൊ എഴുതാൻ എനിക്ക് പറ്റുന്നില്ല കുട്ടികളെ, മലയാളത്തിൽ എഴുതാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തം ചെയ്തോളുക കേട്ടോ. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ചാർജ് സംഭരിക്കാനാണ്, ചാർജ് ലഭിക്കാനാണ്. ഇനി അവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ്. ഊർജ്ജ മാറ്റത്തിൽ ഫസ്റ്റ് എല്ലാം വൈദ്യുതോർജ്ജമാണ്. ഈ വൈദ്യുതോർജ്ജത്തെ നമ്മൾ പല നിലകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത്. പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡിലും രണ്ട് ഭാഗത്തുമായിട്ട് ചാർജ് കണങ്ങളുണ്ട്. പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുമുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുമുണ്ട്. ഇതിനെ എന്ത് ചെയ്യാണ്, തമ്മിൽ ചേരാതെ മധ്യഭാഗത്ത് ഒരു ബെൻഡ് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തായിട്ട് അതിനെ ക്രമീകരിച്ച് വെക്കുകയാണ് ബാറ്ററിയിൽ. അപ്പൊ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ് അവിടെ ചെയ്യുന്നത്. ദെൻ ഒരു മിക്സിയൊക്കെ എന്തിനാ ശരിക്കും ഉപയോഗം? പൊടിക്കുക, അരയ്ക്കുക, ഇതൊക്കെയാണ് ഉപയോഗം എന്ന് പറയുന്നത് മിക്സി കൊണ്ട്. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ്. ഇനി അതുപോലെ നിങ്ങളോട് ടൂൾസിന്റെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക് അവൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ. ഇലക്ട്രിക് അവനിൽ ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക് അവൻ ഉപയോഗിക്കുക, താപം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഉപയോഗം എന്താണ്? ഉപയോഗം താപം ലഭിക്കാന്നുള്ളതാണ്. പിന്നെ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റും. എന്റെ ഇതില് മലയാളം ടൈപ്പിംഗ് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ എഴുതുക. സാധാരണ നമ്മളിവിടെ ഇങ്ങനെ എഴുതി പോകുന്നതാണ്. ഇതിപ്പോ എഴുതാനുള്ള സംവിധാനം ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതി പോവുക. പിന്നെ ഇലക്ട്രിക് സ്റ്റൗ വേണേ നമുക്ക് കൊടുക്കാം. ഇലക്ട്രിക് സ്റ്റൗവില് എന്താണ് കിട്ടുക നമുക്ക്? ഇലക്ട്രിക് സ്റ്റൗവില് താപം ലഭിക്കാൻ വേണ്ടിയാണ്. അവിടെ വൈദ്യുതോർജ്ജത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നു? താപോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ബൾബ് പ്രകാശം ലഭിക്കാനാണ്, വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ആദ്യം, അതായത് വൈദ്യുതോർജ്ജത്തെ വിവിധ ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റാമെന്ന് പട്ടികയിൽ നിന്ന് വ്യക്തമായല്ലോ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ ആ പിക്ചറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലായിട്ട് കുറച്ചധികം കാര്യങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മാത്രമേ കുട്ടികളെ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. വളരെ രസകരമായ ഒരു ഇൻട്രസ്റ്റിംഗ് ലെസൺ ആണ്. എന്നാൽ പോലും ഇതിനകത്ത് കുറച്ച് ബേസ് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം. അപ്പൊ നമ്മുടെ നിത്യജീവിത സന്ദർഭങ്ങളിൽ നാം ഉപയോഗിക്കുന്ന വിവിധ വൈദ്യുത ഉപകരണങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എഴുതി പഠിച്ചതിന് ശേഷം നമ്മൾ പാഠത്തിലേക്ക് പോകുന്നുള്ളൂ. പാഠം നമുക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറച്ച് ബേസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടില് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങളെ താപബലം നൽകുന്നത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടി അല്ലെ. എന്താണ്? വൈദ്യുത ഇസ്തിരിപ്പെട്ടി, അതുപോലെ ഇലക്ട്രിക് അവന്, ഇലക്ട്രിക് സ്റ്റൗവ്, ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെ കാര്യങ്ങളെ പഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനും കൂടിയാണ്. ശരിക്കും താപബലം തരുന്ന ഏതൊക്കെ ഉപകരണങ്ങളാണ് എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഇതില് കുറച്ച് ബേസ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതായത് ഇതിന് ഇതിന്റെ യൂണിറ്റുകൾ ഒക്കെ നമുക്ക് പരിചയപ്പെടണം. എന്തിന്റെ യൂണിറ്റ് ഒക്കെയാണ്? കറണ്ടിന്റെ യൂണിറ്റ്, അതിന്റെ വോൾട്ടേജ്, പിന്നെ ചാർജിന്റെ യൂണിറ്റ്, അതുപോലെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ്, ഇങ്ങനെ ഓരോന്നിന്റെ യൂണിറ്റ് കാര്യങ്ങൾ നമുക്ക് അറിയണം, സിമ്പലും അറിയണം. എങ്കിൽ മാത്രം നമുക്ക് ഈ പാഠത്തിലെ വർക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ക്വാണ്ടിറ്റീസ്, സിമ്പിൾസ്, യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക. അതുപോലെ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് കുട്ടികളെ. ഈ കെമിസ്ട്രി ക്ലാസ്സിന് കഴിഞ്ഞ ദിവസം തന്ന വർക്കിന്റെ പലരും ആൻസർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതുവരെയും വർക്ക് ചെയ്ത് അയക്കാത്ത കുട്ടികളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും വർക്ക് ചെയ്താൽ മാത്രമേ, എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഇത് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കി തരണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്താലേ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോ അവിടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത്രയും ലേസി അത്രയും മടിയും ആയതുകൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും തെറ്റെങ്കിൽ തെറ്റെഴുതിയാൽ മാത്രമേ അത് തിരുത്താൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാത്തവരെ നമുക്ക് അവരുടെ അടുത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ആയിട്ട് തെറ്റെങ്കിൽ തെറ്റ്, മനസ്സിലായത് എന്താണോ അതിങ്ങനെ എഴുതി അയക്കുമ്പോഴാണ് എനിക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ നോട്ട് ഇതുവരെ അയക്കാത്തവരും വർക്ക് ചെയ്യാത്തവരും ഒത്തിരി കുട്ടികളുണ്ട്. അവര് തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം ദ ക്വാണ്ടിറ്റി, സിമ്പിൾസ്, യൂണിറ്റ്. നമ്മുടെ ഈ ഒരു പാഠത്തിൽ വരുന്ന
അളവുകളും അതിന്റെ പ്രതീകങ്ങളും അതിന്റെ യൂണിറ്റുമാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. എന്താണ്? ഓരോന്നിന്റെയും അളവുകള്, അതിന്റെ പ്രതീകങ്ങള്, അതിന്റെ യൂണിറ്റ്. ഇപ്പൊ ടൈം എന്ന് സമയത്തെ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന സിമ്പൽ മീൻസ് പ്രതീകം എന്നാണ് അർത്ഥം. ടൈമിന്റെ സിമ്പൽ ഏതാണ്? ടൈം ഫോർ ടി ആണ്. സമയത്തെ സൂചിപ്പിക്കുന്ന പ്രതീകം ഏതാണ്? ടി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സമയത്തിന്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും പറയും സെക്കൻഡിലാണ് പറയുക. അപ്പൊ മണിക്കൂർ ആണെങ്കിലും നമുക്ക് അതിനെ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും, മിനിറ്റ് ആണെങ്കിലും നമുക്ക് അതിനെ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. അതിന്റെ സിമ്പൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? എസ് എന്നാണ് കൊടുക്കുക. സെക്കൻഡ് കാണിക്കുന്നത് എസ്സിലാണ്, ടൈം വരുന്നത് സിമ്പല് ടി ആണ്, അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി വോൾട്ടേജ് എങ്ങനെയാണ് പറയാം? വോൾട്ടേജിന്റെ സിമ്പൽ വി ആണ്. ഇത് ബുക്കിലേക്ക് എഴുതി പോവുക, ഓരോന്നും കൃത്യമായിട്ട് തന്നെ എഴുതി പോവുക. ദെൻ വോൾട്ടേജ് വി. ദെൻ വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് എന്നാണ് പറയാ, വോൾട്ട്. ദെൻ അതിന്റെ സിമ്പൽ വി. ദെൻ കറണ്ടിന്റെ ശ്രദ്ധിക്കണം, ഈ കറണ്ടിന്റെ സിമ്പൽ എന്തിലാണ് നമ്മൾ കാണിക്കുക? കറണ്ടിന്റെ സിമ്പൽ കാണിക്കുന്നത് ഐയിലാണ്. സി അല്ല വരുന്നത്, കറണ്ടിന്റെ സിമ്പൽ ഐ ആണ് വരിക. ഇനി കറണ്ടിന്റെ യൂണിറ്റ് എന്തിലാ പറയാ? ആംബിയറിലാണ് പറയാ. കറണ്ട് എന്തിൽ പറയും? ആംബിയറിൽ പറയും. അതിന്റെ സിമ്പൽ എന്താണ്? ആംബിയറിന്റെ സിമ്പൽ എ. ഇനി എത്ര ചാർജ് വൈദ്യുതിയാണ് ലഭിച്ചത് എന്ന് കാണിക്കുന്നതാണ് ചാർജ്. അതിന്റെ അളവാണ്, ലഭിച്ച വൈദ്യുതിയുടെ അളവാണ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ചാർജിൽ കാണിക്കുക. ഈ വൈദ്യുതി അളവിനെ നമ്മൾ കൂളോം ചാർജ് എന്നാണ് പറയാ. ഇതൊക്കെ നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് കുട്ടികളെ, അതായത് പിറകിൽ നിന്ന് ഇങ്ങനെ പഠിച്ച് കറക്റ്റ് കയറി വരുമ്പോഴാണ് നമുക്ക് കൃത്യം കിട്ടുക. അതായത് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് ശരിക്കും കൂളോം എന്ന് പറയുന്നത്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. ഇനി അടുത്തത് എനർജി മീൻസ് അവിടെ ഉണ്ടാവുന്ന ഊർജമാണ്. ഊർജത്തിന്റെ സിമ്പൽ ഇ. ഇനി അതെന്തിലാണ് പറയുക? ജൂളിലാണ് പറയുക. അവിടെ അനുഭവപ്പെട്ട ഊർജം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടെത്തണം. അപ്പൊ അതിന്റെ യൂണിറ്റ് കൊടുക്കുന്നത് ജൂളിലാണ്. ജൂളിന്റെ സിമ്പൽ ജെ. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്തൊരു കാര്യം പഠിക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് മീൻസ് പ്രതിരോധമാണ്. അതായത് കറന്റ് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പ്രതിരോധം എന്ന് പറയുക. പ്രതിരോധം എന്ന് പറഞ്ഞാല് റെസിസ്റ്റൻസ് മീൻസ് ഒരു തടസ്സമാണ്. നിങ്ങളിവിടെ റെസിസ്റ്റൻസ് എന്നായിരിക്കും കാണുന്നത്. നിങ്ങൾ അങ്ങനെ എഴുതണ്ട, നിങ്ങളത് മലയാളത്തിലാണ് എഴുതി വെക്കേണ്ടത്. എനിക്കിപ്പോ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോ ഇതിന്റെ മലയാളം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ അതേപടി എഴുതിയതാണ്. നിങ്ങൾ റെസിസ്റ്റൻസ് എഴുതണ്ട, റെസിസ്റ്റൻസ് എഴുതുന്നതിന് കുഴപ്പമില്ല കുട്ടികളെ, അവിടെ പ്രതിരോധം എന്ന് എഴുതണം തീർച്ചയായിട്ടും. പക്ഷെ ഈ യൂണിറ്റുകളെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് വരിക, അതിന്റെ സിമ്പലുകളെല്ലാം ഇംഗ്ലീഷിലാണ്. പിന്നെ നമുക്ക് എന്തിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ? അളവുകളിലെ സമയം, വോൾട്ടേജ്, കറന്റ്, ചാർജ്, എനർജി, ഊർജം, പ്രതിരോധം, പവർ തന്നെയാണ്. അപ്പൊ അതുകൂടി കൊടുക്കുക. ഇനി റെസിസ്റ്റൻസ് കാണിക്കുന്ന എന്റെ സിമ്പൽ R. ഇനി എത്ര പ്രതിരോധം എന്നാണ് നമ്മൾ ചേർത്ത് പറയാം? ഓം പ്രതിരോധം കേട്ടാ. എന്താണ് ഓം പ്രതിരോധം എന്നാണ് കാണിക്കുക. ഇപ്പൊ 2 ഓം പ്രതിരോധം, അതായത് ഒരു നിക്രോ കമ്പിയിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? 2 ഓം അങ്ങനെയാണ് പറയാ. 2 ഓം 5 ഓം എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പൊ ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്, അതങ്ങനെ എഴുതി വെക്കുക. പിന്നെ അതിന്റെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത്, അതും കൊടുക്കുക. ഇനി പവറിന്റെ സിമ്പൽ കൊടുക്കുന്നത് പി ആണ്. നമ്മൾ പറയില്ലേ 230 വാട്ടിന്റെ ബൾബ് 1200 വാട്ടിന്റെ AC എന്നൊക്കെ പറയും. അപ്പൊ പവർ ആണ് വാട്ട് മീൻസ് WAT ആണ് വാട്ട്, അതിന്റെ സിമ്പൽ W. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് പാഠത്തിലേക്ക് പോവാം.
കുറച്ചധികം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. കറണ്ട് പ്രവഹിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ 9th ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തുടർച്ച തന്നെയാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നതും. കുട്ടികളെ, ഇനി നെക്സ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പഠിച്ചു എന്താ ശരിക്കും വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാലകത്തിലൂടെ നിശ്ചലാവസ്ഥയിലുള്ള പോസിറ്റീവ് കണങ്ങളും അതുപോലെ ചലന സ്വാതന്ത്ര്യമുള്ള ഇലക്ട്രോണുകളും ഉണ്ട്. അപ്പൊ ഈ സ്വതന്ത്ര ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? അനിയത ചലനത്തില് ഒരു റാൻഡം മോഷനിലായിരിക്കും. അതായത് തുടർച്ചയായ ഒരു ചലനം, ഇലക്ട്രോണുകളുടെ തുടർച്ചയായ ഒരു ചലനത്തിലാണ് കറണ്ട് ഉണ്ടാവുന്നത്. നിങ്ങളിപ്പോ ഇവിടെ ഒരു എന്താണ് ഒരു നീല കൈ എന്ന സംഭവം അങ്ങനെ കണ്ടോ? ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. കറണ്ടിന്റെ ഫ്ലോ സംഭവിക്കുമ്പോൾ, അതായത് ഈ പോസിറ്റീവ് അയോണുകൾ എന്താണ്? ചാർജുള്ള കണങ്ങളാണ്. ചാർജുള്ള ആറ്റങ്ങളെ വിളിച്ച പേരാണ് അയോണുകൾ എന്ന്. അയോണുകൾ ചാർജുള്ള ആറ്റങ്ങളാണ് അയോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുകയാണ് അവിടെ. അപ്പൊ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുമ്പോ അതിന്റെ ഒരു തടസ്സം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ശരിക്കും റെസിസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പൊ പ്രതിരോധം തീർക്കുകയാണ്. പ്രതിരോധം തീർക്കാൻ മീൻസ് അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിക് കണങ്ങൾ നീങ്ങുകയാണ്. വളരെ ശക്തമായ ഒരു ചാലകത്തിലൂടെ മൂവ് ചെയ്യുന്നതാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കൂ, അപ്പൊ അങ്ങനെ ആ ഇലക്ട്രിക് കണങ്ങളാണ് വട്ടത്തിൽ വന്ന് കാണിക്കുന്നതെല്ലാം ഇലക്ട്രിക് കണങ്ങളാണ്. ആ ഇലക്ട്രിക് കണങ്ങളുടെ ഒരു ശക്തമായ ഫ്ലോ സംഭവിക്കുകയാണ്. ഒരു ഭാഗത്ത് വോൾട്ടേജ് ഉണ്ടാകുന്നു. വോൾട്ടേജ് മീൻസ് എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. അതായത് കൂടിയ ഭാഗത്തുനിന്ന്, ഊർജ്ജനില കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അതിനൊരു തടസ്സം സൃഷ്ടിക്കുന്നതിനെയാണ് പ്രതിരോധം എന്ന് പറയുക. ആ പ്രതിരോധം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ പോസിറ്റീവ് അയോണുകൾ അങ്ങനെ സഞ്ചരിക്കും. വളരെ വേഗത്തിലാണ് പോകുന്നത് കേട്ടോ. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിക് കണങ്ങളാണ് നമ്മളെ കാണുന്നത്. പോസിറ്റീവ് കണങ്ങളാണവ. അപ്പൊ ഈ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ് കറണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഈ ഇലക്ട്രോൺ ഇങ്ങനെ അനുസ്യൂതം ഒഴുകുകയാണെങ്കിൽ, ഇത്രയും ചാർജുള്ള കണങ്ങളാണ് ഈ എന്താണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്, ഈ മെറ്റൽ വയറിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ മെറ്റൽ വയറിലൂടെ ഇത്രയും പവർ ഉള്ള ഇലക്ട്രോണിക് കണങ്ങൾ സഞ്ചരിക്കുമ്പോൾ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ എന്താ പറ്റുക? അവിടെ ഒരു ക്രമീകരണം എന്ന് പറയുന്ന സാധ്യമാവാതെയും ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്ന സംഭവം നടക്കാൻ ഇടയുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒരു കൺട്രോളിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളിലും എന്തുണ്ട്? ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ട്. അപ്പോൾ തള്ളലാണ് ശരിക്കും സംഭവിക്കുന്നത്. അതായത് ഇലക്ട്രോണുകൾക്ക് എന്താണ്? ഒരു ഭാഗത്ത് നിന്ന് വോൾട്ടേജ് ഉണ്ടാവുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഒരു ഫോഴ്സ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫോഴ്സിന്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ എന്താണ്? വളരെ ശക്തമായ ഒരു തള്ളൽ സംഭവിക്കുകയാണ്. ഈ തള്ളലിൽ ഒരു നിയന്ത്രണം കൊടുക്കുന്ന സംവിധാനമാണ് ശരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ അതിശക്തമായ ഇലക്ട്രോണിക് കണങ്ങൾക്ക് ഒരുപക്ഷെ സ്ഫോടനം സംഭവിക്കാം. അതായത് എന്താണ്? അമിതമായിട്ട് ഹീറ്റ് കൂടും. ഹീറ്റ് കൂടുന്ന സമയത്ത് തീപ്പൊരി ഉണ്ടാവാം, കത്തൽ സംഭവിക്കാം. അങ്ങനെയുള്ള തീപ്പൊരിയും കത്തലൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ റെസിസ്റ്റൻസ് സംവിധാനം കൂടി കൊടുക്കുന്നത്. ഏകദേശം ഈ ഇലക്ട്രോണുകളുടെ ഈ ഫ്ലോയെ ഒന്ന് ക്രമീകരിച്ച് നിർത്താനും, ചാലകത്തിലേക്ക് കിടക്കുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അതിശക്തമായിട്ടാണ് പ്രവേശിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇലക്ട്രോണുകൾ ഒരേ സമയം സ്രോതസ്സിലേക്ക് ശക്തമായ തള്ളൽ പോലെ വരികയാണ്. അപ്പൊ ആ വരുന്ന സമയത്ത് അതിനെ ഒന്ന് നിയന്ത്രിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ റെസിസ്റ്റൻസ് സംവിധാനം കൊടുക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നതും ഒരു മെറ്റൽ വയറിലൂടെ സഞ്ചരിക്കുന്നു, അതിശക്തമായിട്ടുള്ള ചാർജുള്ള കണങ്ങളാണ് ഈ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് കണങ്ങളാണ്. അപ്പൊ അവ സഞ്ചരിക്കുന്ന കണങ്ങൾക്ക്
ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് ശരിക്കും റെസിസ്റ്റൻസ് ചെയ്യുന്നത്. തടസ്സമില്ല എങ്കിൽ അനുസ്യൂതം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ തീപ്പൊരിയും കത്തലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു നിയന്ത്രണം കൊടുക്കുകയാണ് ശരിക്കും, ഒരു നിയന്ത്രണമാണ് റെസിസ്റ്റൻസ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാഠം തുടങ്ങുന്ന തന്നെ റെസിസ്റ്റൻസ് പഠിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് തന്നത്. ഇതിപ്പോ നിങ്ങള് എന്താണ് ഒരു ബാറ്ററി ആയിട്ടോ മറ്റോ നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് വോൾട്ടേജ് ആണ് ശരിക്കും ഈ ഇലക്ട്രോണുകളെ തള്ളി നീക്കുന്നത്. ഒരു ഫോഴ്സ് സംവിധാനമാണ് ശരിക്കും ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ബാറ്ററി, ഇപ്പൊ 2 വോൾട്ട് ബാറ്ററിയാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഈ 2 വോൾട്ട് ബാറ്ററിയുടെ ആ ചാർജ് ആണ് എന്തിനെ തള്ളി നീക്കുന്നത്? ഈ ഇലക്ട്രോണുകളെ തള്ളി നീക്കുന്നത്. കേട്ടോ? അപ്പൊ അത് നമുക്ക് ശരിക്കും കുറച്ചധികം അങ്ങനെ പഠിക്കാനുണ്ട്. ടെക്സ്റ്റിനകത്ത് കുറച്ചധികം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ശരിക്കും പഠിച്ച് താറവായാൽ മാത്രമേ നമുക്ക് പാഠം ജസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഇപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കാം. എന്താണിത്? I is equal to കറണ്ട് ആണ്, ഇലക്ട്രിസിറ്റി ആണ്, അറിയാം. അപ്പൊ അത് അതേപടി കുട്ടികളെ എഴുതുക. എന്താ എഴുതേണ്ടത്? I. ഇവിടെ കറണ്ട് എന്ന് എഴുതാം. മലയാളത്തിൽ ടൈപ്പിംഗ് പറ്റില്ല. അതുകൊണ്ട് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ I എന്ന് പറയുന്ന അവിടെ കറണ്ട് കൊടുക്കുക. ഈ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് Q/T എന്ന് പറയുന്നത്. കേട്ടോ? അത് അതേപടി എഴുതാം. Q/T ആണ്. Q മീൻസ് എന്താണ്? ചാർജ് ആണ് കേട്ടോ. Q മീൻസ് ചാർജ് ആണ്. ചാർജിന്റെ അളവാണ് Q എന്ന് പറയുന്നത്. ഇവിടെ എഴുതുക കേട്ടോ. ചാർജിന്റെ അളവാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q. ഇനി ടൈം ഫോർ എടുക്കുന്ന സമയമാണ്. ഒരു വൈദ്യുത ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് T കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ വൈദ്യുത ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവാണ് Q കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചാർജിന്റെ അളവ് ആണ് ശരിക്കും Q എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് കറണ്ട് കാണാൻ നമുക്ക് ചോദ്യം വർക്കുണ്ട്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. Q/T ആണ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ. അതായത് ഒരു വൈദ്യുത ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് ബൈ എടുക്കുന്ന സമയം, അതാണ് Q/T എന്ന് പറയുന്നത്. കേട്ടോ? Q മീൻസ് ചാർജ് ആണ്. തീർച്ചയായിട്ടും അവിടെ എഴുതിയിടുക. Q മീൻസ് ചാർജ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണല്ലോ വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. അപ്പൊ 5 സെക്കൻഡ് കൊണ്ട് 10 കൂളോം ചാർജ് ഒരു വൈദ്യുത ചാലകത്തിലൂടെ ഒഴുകിയാൽ 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുത ചാർജ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക കുട്ടികളെ? എന്താ നമ്മൾ പറഞ്ഞത്? I is equal to Q/T ആണ്. അങ്ങനെയാണെങ്കിൽ വൈദ്യുത ചാർജയുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞല്ലോ. 5 സെക്കൻഡ് കൊണ്ട് 10 കൂളോം ചാർജ് ഒഴുകി. എന്താണ്? 5 സെക്കൻഡ് കൊണ്ട് 10 കൂളോം ചാർജ് ഒരു ചാലകത്തിലൂടെ ഒഴുകിയാൽ 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുത ചാർജ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ചാർജ് എത്ര എടുത്തത്? ചാർജിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? ചാർജ് നമ്മൾ Q കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. Q is equal to എത്രയാണ് വരിക? 10 കൂളോം ചാർജ്. ചാലകത്തിലൂടെ ഒഴുകിയ ചാർജിന്റെ അളവ് എത്രയാണ്? 10 കൂളോം ചാർജ് ആണ് ഒഴുകിയത്. 5 സെക്കൻഡ് കൊണ്ട് 10 കൂളോം ചാർജ് ഒരു ചാലകത്തിലൂടെ ഒഴുകിയാൽ എന്നാണ് പറഞ്ഞത്. അപ്പോ ചാർജ് എങ്ങനെ കൊടുക്കണം? നമ്മൾ Q കൊണ്ട് കാണിക്കണം. ഇനി ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? നമ്മൾ പഠിച്ചു വെച്ചു, കൂളോം. അതായത് 2 പോയിന്റുകളിൽ അനുഭവപ്പെടുന്ന വൈദ്യുതിയുടെ അളവാണ് കൂളോം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു ചാലകത്തിലൂടെ ഒഴുകിയ വൈദ്യുതിയുടെ അളവ് 10 കൂളോം ചാർജ്. അപ്പൊ Qൽ കൊടുത്തു, നമ്മൾ 10C കൊടുത്തു. ഇനി നമുക്ക് അതിന്റെ സമയം T കൊടുക്കണം. T എങ്ങനെയാ കൊടുക്കുക? സമയം എന്ന് എഴുതിയിട്ട് തന്നെ. ഇപ്പൊ എനിക്ക് മലയാളം ടൈപ്പിംഗ് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മലയാളം ഒഴിവാക്കിയിട്ട്
ഈ ലെറ്റേഴ്സ് മാത്രം കാണിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോ എന്ത് എഴുതണം? ചാർജ് ക്യൂ, സമയം ടി, അങ്ങനെ തന്നെ എഴുതണം നിങ്ങൾ എഴുതുമ്പോ. ദെൻ സമയം ടി കൊടുത്തു. 5 സെക്കൻഡ് കൊണ്ട് 10 കൂളോം ചാർജ് ഒരു ചാലകത്തിലൂടെ ഒഴുകിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്യൂ കൊടുത്തു 10C, ടൈം കൊടുത്തു, എത്ര കൊടുക്കേണ്ടത്? 5. ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട്? ഓൾറെഡി സമയത്തിന്റെ യൂണിറ്റ് നമുക്ക് സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇൻ കേസ് മിനിറ്റ് ആണ് എങ്കിൽ 5 മിനിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് കൊടുക്കണം? 5 × 60 കൊടുക്കണം അല്ലെ? അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. 5 സെക്കൻഡ് കൊണ്ട് 10 കൂളോം ചാർജ് ഒരു വൈദ്യുത ചാലകത്തിൽ ഒഴുകിയാൽ 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുത ചാർജ് നമുക്ക് കണ്ടെത്തണം. അപ്പൊ സമയം കൊടുത്ത എത്രയാണ്? സമയം ടി 5 സെക്കൻഡ് കൊടുത്തു. ഇനി 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുത ചാർജ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുത ചാർജ് നിങ്ങൾ എഴുതണം. എനിക്ക് മലയാളം ടൈപ്പിംഗ് പറ്റുന്നില്ല, ബോർഡിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ. എന്നിട്ട് ഇതൊന്ന് നിങ്ങൾ കണ്ടുപിടിച്ചേ. ഞാൻ ബോർഡ് ഒഴിവാക്കി. നമ്മൾ അടുത്ത ദിവസം മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പുറം ബോർഡിൽ ചെയ്യാം കേട്ടാ. അപ്പൊ ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം സഹകരിക്കുക. നിങ്ങൾ തന്നെ എഴുതുക. ചാർജ് ക്യൂ കൊടുക്കുക, സമയം ടി കൊടുക്കുക, എന്നിട്ട് പിന്നെ എന്ത് കൊടുക്കണം? 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുത ചാർജ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുത ചാർജ് നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ എങ്ങനെ കണ്ടെത്താൻ? നമ്മള് ഇക്വേഷൻ എങ്ങനെയാണ്? കറണ്ടിന്റെ എന്താണ് ഒഴുകിയാൽ 1 സെക്കൻഡിൽ അല്ലെ? സമയം കൊടുത്തിരിക്കുന്ന ടി 5 സെക്കൻഡ് ആണ്. കുട്ടികളെ ഇനി നമ്മള് ചെയ്യാം. വൈദ്യുത ചാർജ് നമുക്ക് കണ്ടെത്താം. എങ്ങനെ നമുക്ക് കണ്ടെത്താം? 5 സെക്കൻഡിൽ 10 കൂളോം ചാർജ് ആണ് ഒഴുകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 10/Q/T കൊടുക്കുക. നിങ്ങൾ Q/T എത്രയാണ് വരിക? 10/5 കൊടുക്കുക. 10/5 എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കുട്ടികള്. 5 സെക്കൻഡ് കൊണ്ട് 10 കൂളോം ചാർജ് ആണ് ഒരു ചാലകത്തിലൂടെ ഒഴുകിയത്. ഇങ്ങനെ ഒഴുകി കഴിഞ്ഞപ്പോൾ അതില് 1 സെക്കൻഡിലുള്ള ചാർജിനെയാണ് നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി ബൈ ടി കൊടുക്കണം. 10 കൂളോം ചാർജിനെ 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 1 സെക്കൻഡിൽ ഒഴുകിയ വൈദ്യുതിയുടെ അളവ് കിട്ടും. 10/5 കൊടുക്കുക. 10/5 കൊടുക്കുമ്പോ എന്ത് കിട്ടും? 10/5 2. അപ്പൊ 2 കൂളോം പെർ സെക്കൻഡ് ആണ്. 2 കൂളോം ആണ് പെർ സെക്കൻഡിൽ ഒഴുകിയത് കേട്ടോ. 2. ഇനി എഴുതാം കേട്ടോ. ഇനി കൂളോം പെർ സെക്കൻഡ് ആണ് ശരിക്കും ആംബിയർ എന്ന് പറയുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് നമുക്ക് ആംബിയറിൽ കൊടുക്കാം. ഈസ് ഈക്വൽ ടു ആംബിയർ ആണ്. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. കൂളോം പെർ സെക്കൻഡ് എന്നോ ആംബിയർ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ആംബിയർ എങ്ങനെ കൊടുക്കാം? 2A. ആംബിയറിന്റെ സിമ്പൽ A. 2A എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് വരിക. ഇനി അവിടെ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ചെറുതായിട്ടൊന്ന് എഴുതിയിടണം ബുക്കിലേക്ക്. ഞാനിത് പറഞ്ഞു തരുവാണ്. എനിക്ക് ഇപ്പൊ അത് എന്താണ്, 1 സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. 1 സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ്. നോട്ട് ഞാൻ ഇട്ടേക്കാം. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകും. അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് കിട്ടിയല്ലോ. കറണ്ടിന്റെ യൂണിറ്റ് Q/T എന്ന് മാത്രം എഴുതി വെച്ചാലും പോരാ, ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ. വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കാം. കറണ്ടിന്റെ യൂണിറ്റ് ചാർജിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ആണ്. ചാർജിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ആണ്. അതെങ്ങനെയാണ് കിട്ടുക? ചാർജിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ് ആണ്. കൂളോം പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ആംബിയർ. ആംബിയർ എങ്ങനെ കാണിക്കാം നമുക്ക്? A. ഇങ്ങനെയാണ് വരിക കേട്ടോ. നമ്മൾ ആദ്യം എഴുതി പോയതാണ്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ ഉണ്ടായിരിക്കല്ലോ. ഏതാണ്?
ഇലക്ട്രിക് കറന്റ് അളക്കുന്നതിനുള്ള ഉപകരണം അമ്മീറ്റർ കേട്ടാ. അമ്മീറ്റർ ആണ്, ആംബിയർ മീറ്റർ ആണ് ഈ അമ്മീറ്റർ എന്ന് പറയുന്ന സംഭവം, അത് ഓർക്കുക. കറന്റിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. ഈ ആംബിയർ അളക്കുന്നതിനുള്ള മീറ്റർ ആണ്, അതുകൊണ്ടാണ് അമ്മീറ്റർ എന്ന പേര് വന്നത് കേട്ടോ. ഇനി നമുക്ക് W is equal to എന്താണ് Q into V അത് നോക്കാം. കുട്ടികളെ ഇനി പഠിക്കാൻ പോകുന്ന ജസ്റ്റ് നമ്മള് പ്രവൃത്തിയെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് W വർക്ക്, എന്താണ് വർക്ക് ഡൺ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ടെക്സ്റ്റിനകത്ത് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്താ പറയാ നോക്കാം. ഇനി എന്താണ് സംഭവം, അതായത് എന്താ പറയാ, ഇപ്പൊ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജ് കൊണ്ടുപോകുന്നതിനുള്ള ആ ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയാ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നൊക്കെ പറയാം, വോൾട്ട്. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് വർക്ക്? വർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒരു എമൗണ്ട് ഓഫ് ചാർജ്, വൈദ്യുതിയെ ഒന്നാമത്തെ പോയിന്റിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ആ ഒരു വർക്കിനെയാണ് ശരിക്കും നമ്മൾ ഈ W കൊണ്ട് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ടെക്സ്റ്റിനകത്ത് അതിനൊരു ഡെഫിനിഷൻ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു കൂളോം ചാർജ് ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ 1 ജൂൾ പ്രവൃത്തി ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഒരു കൂളോം ചാർജിനെ എന്താണ് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് W. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇത് പഠിക്കേണ്ട, നന്നായി മനസ്സിലാക്കി വെക്കണം. പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്താണ് എന്ന്. എന്താ ശരിക്കും വർക്ക് ഡൺ എന്ന് പറയുന്നത്? ഒരു എമൗണ്ട് ഓഫ് ചാർജ്